ഏറ്റവും അണ്ടർ പെയ്ഡായിട്ട് മനുഷ്യർ പണിയെടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ദൃശ്യമാധ്യമ രംഗമാണ്. പുറത്തു പറയാൻ കൊള്ളാവുന്ന ശമ്പളമുള്ള എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്? ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അത്തരത്തിൽ ശമ്പളം വാങ്ങി, കനത്ത ശമ്പളം വാങ്ങി ഇരിക്കുന്ന ആളുകൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേരും ചെയ്യുന്ന തൊഴിൽ അനുസരിച്ച്, അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ രീതി അനുസരിച്ച്, രൂപമനുസരിച്ച് ശമ്പളം കിട്ടുന്ന ആൾക്കാരല്ല. അവരതിനേക്കാളും എത്രയോ അധികം പണി ചെയ്യുന്നവരാണ്. അവർ ഇന്നോ നാളെയോ അവരുടെ തൊഴിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് ഉള്ള ഒരു എക്സ്പെർട്ടീസും ഉള്ള ഒരാളല്ല. അടുത്ത മാസം ഈ പണി നിർത്തിപ്പോയാൽ ഒരു തട്ടുകട തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു തട്ടുകട തുടങ്ങാനുള്ള എക്സ്പെർട്ടീസ് പോലും നമുക്കില്ല. കാരണം കാലങ്ങളായി ഈ പണി മാത്രം ചെയ്ത് ശീലിച്ച മനുഷ്യർക്ക് വളരെ കഴുത്തറപ്പനായ മത്സരങ്ങൾക്ക് ഇടയിൽ എൻ്റെ പണി ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ ഞാൻ വേറെന്ത് ചെയ്യും എന്ന് പോലും അറിഞ്ഞൂടാ. ഈ വയനാടിനെക്കുറിച്ചുള്ള വാർത്ത വന്ന ദൃശ്യമാധ്യമങ്ങളിൽ പലതിനും പത്രമുണ്ട്. അവരുടെ പത്രങ്ങളിൽ ഈ ദൃശ്യമാധ്യമ ചാനലുകൾ കൊടുത്ത വാർത്ത അതേപടി വന്നിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റും എക്സ്പെൻസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് ആ രീതിയിൽ കൊടുക്കാനുമുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്നത് ഈ പാവപ്പെട്ട ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ്. 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരു ശരാശരി നിങ്ങൾ പറയുന്ന മാപ്രയായിരുന്ന, എല്ലാ കാലത്തും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിൽ, കുറച്ച് കൂടി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഇതൊക്കെ അർഹിക്കുന്ന കൂട്ടരാണ്. നാട്ടിൽ ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന തൊഴിൽ ഏതാണെന്നറിയാമോ? എടുക്കുന്ന പണി അനുസരിച്ച്, അതിൻ്റെ സമയമനുസരിച്ച്, അതിൻ്റെ എഫർട്ട് അനുസരിച്ച്, അതിന് വേണ്ടി വരുന്ന ഊർജമനുസരിച്ച്, അധ്വാനമനുസരിച്ച്, ആരോഗ്യമനുസരിച്ച്, റിസ്ക് അനുസരിച്ച് ഏറ്റവും അണ്ടർ പെയ്ഡായിട്ട് മനുഷ്യർ പണിയെടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ദൃശ്യമാധ്യമ രംഗമാണ്. പുറത്തു പറയാൻ കൊള്ളാവുന്ന ശമ്പളമുള്ള എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്? ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അത്തരത്തിൽ ശമ്പളം വാങ്ങി, കനത്ത ശമ്പളം വാങ്ങി ഇരിക്കുന്ന ആളുകൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേരും ചെയ്യുന്ന തൊഴിൽ അനുസരിച്ച്, അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ രീതി അനുസരിച്ച്, രൂപമനുസരിച്ച് ശമ്പളം കിട്ടുന്ന ആൾക്കാരല്ല. അവരതിനേക്കാളും എത്രയോ അധികം പണി ചെയ്യുന്നവരാണ്. അവർ ഇന്നോ നാളെയോ അവരുടെ തൊഴിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് ഉള്ള ഒരു എക്സ്പെർട്ടീസും ഉള്ള ഒരാളല്ല. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അയാളുടെ റിട്ടയർമെൻറ്റ് ലൈഫിനെ പറ്റിയിട്ട് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാധാരണഗതിയിൽ ഈ പണി തീർന്നാൽ റിട്ടയർ ചെയ്താൽ പിന്നെ PR ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ PR ഏജൻസി ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത്. അടുത്ത മാസം ഈ പണി നിർത്തിപ്പോയാൽ ഒരു തട്ടുകട തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു തട്ടുകട തുടങ്ങാനുള്ള എക്സ്പെർട്ടീസ് പോലും നമുക്കില്ല. കാരണം കാലങ്ങളായി ഈ പണി മാത്രം ചെയ്ത് ശീലിച്ച മനുഷ്യർക്ക് വളരെ കഴുത്തറപ്പനായ മത്സരങ്ങൾക്ക് ഇടയിൽ എൻ്റെ പണി ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ ഞാൻ വേറെന്ത് ചെയ്യും എന്ന് പോലും അറിഞ്ഞൂടാ. ഞാനിവരെല്ലാം വളരെ നിസ്സഹായരും നിരാലംബരും നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അർഹിക്കുന്ന പരമസാധുക്കളാണെന്നുള്ള മട്ടിൽ പറയുന്നതല്ല. പക്ഷേ എല്ലാവരും വളരെ പാഷനേറ്റായിട്ട്, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ദൃശ്യമാധ്യമ പ്രവർത്തനം എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തനം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്? അത് പറയാൻ കാരണമുണ്ട്. കാരണം ഈ ദൃശ്യമാധ്യമങ്ങളിൽ, ഈ വയനാടിനെക്കുറിച്ചുള്ള വാർത്ത വന്ന ദൃശ്യമാധ്യമങ്ങളിൽ പലതിനും പത്രമുണ്ട്. അവരുടെ പത്രങ്ങളിൽ ഈ ദൃശ്യമാധ്യമ ചാനലുകൾ കൊടുത്ത വാർത്ത അതേപടി വന്നിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റും എക്സ്പെൻസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് ആ രീതിയിൽ കൊടുക്കാനുമുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്നത് ഈ പാവപ്പെട്ട ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ്. 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരു ശരാശരി നിങ്ങൾ പറയുന്ന മാപ്രയായിരുന്ന,
എല്ലാ കാലത്തും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിൽ, കുറച്ച് കൂടി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഇതൊക്കെ അർഹിക്കുന്ന കൂട്ടരാണ്. ഒരു നിയമവും ഇല്ലാത്ത ഒരു തൊഴിൽ മേഖലയാണിത്. ഏതെങ്കിലും തരത്തിൽ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിന് ഒരു നിയമവും ഇല്ലാത്തൊരു മേഖലയാണിത്. ആ മേഖലയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന, നാളെ തൊഴിൽ എൻ്റെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ കടുത്ത രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത്തരം മനുഷ്യരിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത ഉണ്ടാവുന്നത്. അതിന് ബദൽ എന്താണ് അതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ട തൊഴിലവസരമുള്ള, കുറച്ചുകൂടി വിദ്യാഭ്യാസ യോഗ്യതയുള്ള, മറ്റെല്ലാ തൊഴിലും പോലെ അന്തസ്സോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒന്നായി കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനം മാറണം. ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, പക്ഷേ അവരത് അർഹിക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നില്ല എന്നാണോ? വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബിരുദം കയ്യിൽ കിട്ടിയാൽ 1-2 മാസം മുതൽ 1 വർഷം വരെ നീളുന്ന ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുടെ പലതരം കോഴ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൃശ്യമാധ്യമ പ്രവർത്തകനാകാം. പത്രങ്ങളിൽ ഉള്ള സ്ഥിതിയല്ല, മുഖ്യധാര പത്രങ്ങളിൽ ഉള്ള അവസ്ഥയേ അല്ല. ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്പാദിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകനാകാം. ഇനി ഇങ്ങനെ വരുന്നവരിൽ കഴിവും പ്രതിഭയും ഉള്ളവരുണ്ടെങ്കിലോ, അത്തരത്തിൽ വരുന്നവരിൽ പ്രതിഭയുള്ള മനുഷ്യർ ഇവിടെ എത്തിപ്പെടുന്ന മുറയ്ക്ക് തന്നെ മനസ്സിലാക്കുകയാണ് ഇത് എന്ത് രംഗമാണെന്ന്. അവർ ഒന്നുകിൽ വേറെ ഏതെങ്കിലും തൊഴിലിന് പോവും, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകും. ബാക്കിയാവുന്നത് ആര്? ഇവിടെ ആരാണ് ബാക്കിയാവുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.